ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് മലപ്പുറത്തിൻ്റെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള ഓട്ടടയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എങ്ങനെ ഓട്ടട റെഡിയാക്കാം, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടു പോരുന്ന രീതിയിൽ ഓട്ടട റെഡിയാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഓട്ടട റെഡിയാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ രാത്രി തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരിയാണിത്. അപ്പോൾ അത് 2 കപ്പാണുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് വെള്ളമൊക്കെ ഊറ്റി മാറ്റിയതിന് ശേഷം ഇതിനെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയെടുത്തതും അതുപോലെ തന്നെ ചോറും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പിനടുത്ത് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കരുത്, കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ നമുക്കിതിനെ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോവും. അപ്പോൾ ഇതുപോലെ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. രാവിലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയാലും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് നമ്മുടെ ഓട്ട ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പിന് മുകളിലായിട്ട് തേങ്ങ ചെരുവിയെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തേങ്ങ ഓൾറെഡി നമ്മൾ മാവിൽ അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ ലൂസായിട്ടുള്ള രീതിയിലല്ല, എന്നാലും ഒരു കുറച്ചധികം ലൂസായിട്ട് തന്നെയാണ് നമ്മുടെ മാവുള്ളത്. ഈ ഒരു സ്ട്രെച്ചറിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാവുള്ളത്. ഇനി നല്ലപോലെ ചൂടായിട്ടുള്ള നമ്മുടെ ചട്ടിയിലേക്കാണ് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ചട്ടിക്ക് നല്ല ചൂടുണ്ടാവണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ചട്ടി നല്ലപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾ കുറച്ചൊരു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് 1-2 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിറയെ ഹോൾസ് വരുന്ന രീതിയിൽ ഇതുപോലുള്ള ഓട്ടടയാണ് റെഡിയാക്കി എടുക്കേണ്ടതെങ്കിൽ ഒരു 4-5 മിനിറ്റ് ഇതേപോലെ ഒന്ന് തുറന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓട്ടട റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പലർക്കും ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. നമുക്ക് ചട്ടിയിൽ നിന്ന് ചെറുതായിട്ട് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ട് ഓരോ ഓട്ടടയും റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചട്ടി ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ വാഴയില വെച്ചിട്ട് നമ്മൾ ചട്ടി തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടട അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി അടുത്തതും ഇതേ ഒരു രീതിയിൽ തന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുത്ത് ഇനി ഒരു 1-2 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുള്ള ഓട്ടടയാണ് വേണ്ടതെങ്കിൽ നിറയെ ഹോൾസ് വരുന്ന ആ ഒരു രീതിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ വേഗം മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുള്ള ആ ഒരു ഓട്ടട കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഹോൾസ് വന്നിട്ടുള്ള ഓട്ടട ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം സമയം വെച്ചിട്ടാണ് മൂടി കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു ഫ്ലെയിം കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കരിഞ്ഞു പോവാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഓട്ടട കിട്ടും. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഓട്ടട്ടുള്ളത്. പിന്നെ ഓട്ടടക്ക് നമ്മൾ പച്ചരി എടുക്കുന്ന സമയത്ത് അധികം ഒട്ടലില്ലാത്ത രീതിയിലുള്ള പച്ചരി വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ആ ഓട്ടട കറക്റ്റ് ആ ഒരു സ്ട്രെച്ചിൽ തന്നെ കിട്ടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒട്ടൽ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓട്ടട വൈകുന്നേരം വരെ വെച്ചാലും ഇതേ ഒരു രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ്നെസ്സോട് കൂടെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.